സെന്റ് ഫ്രാൻസിസിന്റെ നാമധേയത്തിൽ മറ്റത്ത് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ ഉടമസ്ഥാവകാശം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിക്ക് കൈമാറി സർക്കാർ ഉത്തരവായി. സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ എന്നിവയുടെ ഉടമസ്ഥാവകാശമാണ് 28 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സർക്കാർ ഉത്തരവിലൂടെ പള്ളിക്ക് സ്വന്തമാകുന്നത്. ജൂലൈ 31-നാണ് ഇതു സംബന്ധിച്ച സർക്കാർ ഉത്തരവിറങ്ങിയത്. 136 വർഷം മുമ്പ് ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അധ്യയനം നടത്തുന്ന സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളാണ് ആദ്യം ആരംഭിച്ചത്. പിന്നീട് 1968-ൽ ആൺകുട്ടികൾക്ക് മാത്രമായി ആരംഭിച്ച ബോയ്സ് ഹൈസ്കൂൾ സ്ഥാപിച്ചു. 2000-ൽ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി ഈ വിദ്യാലയത്തിൽ തുടങ്ങി. ബോയ്സ് LP സ്കൂളും വർഷങ്ങൾക്ക് മുമ്പായി സ്ഥാപിച്ചതാണ്. 1890-ൽ ആരംഭിച്ച ആദ്യ വിദ്യാലയത്തിന് നാട്ടുരാജ്യമായിരുന്ന കൊച്ചി രാജ്യത്തെ രാജാവ് 1905-ൽ അംഗീകാരം നൽകി. 1944-ലാണ് വിദ്യാലയം ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നത്. 1998-ലാണ് വിദ്യാലയങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിയത്. പള്ളിയിലെ ഭക്തസംഘടനയായ സെന്റ് ഫ്രാൻസിസ് ശവരിയർ സഭയിലെ അംഗങ്ങളെ ഇടക്കാലത്ത് സ്കൂൾ നടത്തിപ്പിന് സഹായികളാക്കിയിരുന്നു. ഇവരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെട്ട ഒരു സംഘം 1998-ൽ സെന്റ് ഫ്രാൻസിസ് വായനാ സമാജം എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കുകയും സ്കൂളിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. 1968-ലാണ് റീഡിംഗ് അസോസിയേഷന്റെ ഭരണഘടന തയ്യാറാക്കിയത്. പള്ളിയോഗത്തിൻ്റെയോ രൂപത അധികാരികളുടെയോ അംഗീകാരമില്ലാതെയായിരുന്നു ഭരണഘടന ആവിഷ്കരിച്ചത്. KER പ്രകാരം അൺരജിസ്റ്റേർഡ് സൊസൈറ്റിക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാനാകില്ലെന്നിരിക്കെ പള്ളിയുടെ സംഘടന എന്ന നിലയ്ക്കാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത്. സ്കൂളുകളുടെ നടത്തിപ്പിനായി പള്ളി രൂപവൽക്കരിച്ച സെന്റ് ഫ്രാൻസിസ് റീഡിംഗ് അസോസിയേഷന്റെ നിയന്ത്രണം കൈക്കലാക്കിയവർ 1998-ൽ ഭരണ ഭേദഗതിയിലൂടെ സ്ഥിരം മാനേജർ പദവി മറ്റം പള്ളി വികാരിയിൽ നിന്ന് എടുത്തുമാറ്റുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഇതിന് അനുകൂല വിധിയും സമ്പാദിച്ചു. മാനേജർ പദവി സൊസൈറ്റിയിലുള്ളവർക്ക് നൽകാൻ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നടപടി ആരംഭിച്ചെങ്കിലും ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകളൊന്നും ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചില്ലെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. തുടർന്ന് DEO തന്നെ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു. നിലവിൽ DEOയായിരുന്നു മാനേജർ പദവി അലങ്കരിച്ചിരുന്നത്. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയും അറ്റകുറ്റപ്പണിയില്ലാതെ കെട്ടിടങ്ങൾ ശോച്യാവസ്ഥയിലാകുകയും ചെയ്തതോടെ സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. കൂടാതെ പള്ളി അധികൃതർ യഥാർത്ഥ ആധാരം, ലാൻഡ് റവന്യൂ രസീത്, ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കുകയും ചെയ്തു. ഇതോടെയാണ് സ്കൂൾ ഇവർക്ക് വിട്ടു നൽകാൻ തീരുമാനമായത്. സ്കൂളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അന്തിമ വിധിക്ക് വിധേയമായാണ് ഈ മാനേജ്മെൻറ്റ് കൈമാറ്റമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റം പള്ളി വികാരിയും കൈക്കാരന്മാരും സ്കൂൾ കമ്മിറ്റി അംഗങ്ങളും വിദ്യാലയങ്ങളിൽ സന്ദർശനം നടത്തി. 100 വർഷത്തോളം മറ്റിടവകയുടെ കീഴിൽ അഭിവൃദ്ധി പ്രാപിച്ച് ഹയർ സെക്കൻഡറി വരെ വളർന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ഈ പ്രദേശത്തെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ സകല മനുഷ്യർക്കും വിദ്യ നൽകി ഭാവി സുരക്ഷിതമാക്കി പള്ളിയിൽ നിന്ന് പണമെടുത്ത് ഉച്ചക്കഞ്ഞി 100 വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത് വിശപ്പടക്കിയ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു ചരിത്രമുള്ള പള്ളിയാണ്. ഇവിടെ കഴിഞ്ഞ 10-30 വർഷമായി ഈ സ്കൂളുകൾ മാനേജ്മെൻറ്റ് തർക്കത്തിൽ കിടക്കുകയായിരുന്നു. പള്ളിയുടെ ഉടമസ്ഥതയാണ് ഈ സ്കൂളുകൾ എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഫലമായി സർക്കാർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പള്ളിയുടേതാണെന്ന് സ്കൂളെന്ന് ഡിക്ലെയർ ചെയ്യുകയും പള്ളിക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഉത്തരവ് 31-ാം തീയതി പുറത്തിറക്കി. അതിനെ തുടർന്ന് പള്ളിയുടെ വികാരി എന്നുള്ള നിലയിൽ ചാർജ് എടുക്കുകയാണ്.